നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മംഗളൂരുവിനെ നടുക്കി വീണ്ടും കൊലപാതകം. കൊൽത്തമ ജില്ലയിലെ റഹീമാണ് വെട്ടേറ്റ് മരിച്ചത്. മംഗളൂരുവും പരിസര പ്രദേശങ്ങളും വീണ്ടും അശാന്തിയിലേക്ക്. മേൽപ്പാര പട്ടികജാതി ഉന്നതിയിൽ 1 കോടി രൂപയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിച്ചു. അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നവരായി പൊതുജനങ്ങൾ മാറണമെന്ന് മന്ത്രി OR കേളു. ഡ്രൈവിംഗ് സ്കൂളുകാരെ ഇല്ലായ്മ ചെയ്യുന്ന തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യം. ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ മാർച്ചും ധർണയും നടത്തി. ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ ഗർത്തം രൂപപ്പെട്ടതിൽ ആശങ്ക. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷന് സമീപം കാനത്തുംകുണ്ട് വളവിലാണ് വൻ ഗർത്തം രൂപപ്പെട്ടത്. കാസർഗോഡ് തനിമ കലാസാഹിത്യവേദി സംഘടിപ്പിച്ച സംവാദം ശ്രദ്ധേയമായി. എഴുത്തുകാരനും പ്രഭാഷകനുമായ P. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. MSF തൃക്കരിപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. ജയന്തി രാജൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മംഗളൂരുവിനെ നടുക്കി വീണ്ടും കൊലപാതകം. പിക്കപ്പ് ഡ്രൈവറായ കൊൽത്തമ ജില്ലയിലെ 35-കാരനായ റഹീമാണ് വെട്ടേറ്റ് മരിച്ചത്. ബണ്ട്വാളിലെ കംബോഡിയ ഇറക്കോടിയിൽ മണലിറക്കുന്നതിനിടെ ബൈക്കിലെത്തിയ 2 പേർ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് വിവരം. 1 മാസത്തിനിടെ മംഗളൂരുവിലുണ്ടായ 3ാമത്തെ കൊലപാതകമാണിത്. മംഗളൂരുവിനെ നടുക്കി മറ്റൊരു ദാരുണ കൊലപാതകം. ബണ്ട്വാൾ കൊൽത്തമജൽ സ്വദേശിയും പ്രാദേശിക പള്ളിയുടെ സെക്രട്ടറിയും പിക്കപ്പ് ഡ്രൈവറുമായ അബ്ദുൽ റഹീമാണ് കൊല്ലപ്പെട്ടത്. ബണ്ട്വാളിലെ കംബോഡിയ ഇറക്കോടി എന്ന സ്ഥലത്ത് വെച്ച് ബൈക്കിലെത്തിയവർ റഹീമിനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് വിവരം. റഹീമും കലന്തർ ഷാഫി എന്നയാളും പിക്കപ്പിൽ മണലിറക്കുന്നതിനിടയിലാണ് ആക്രമികൾ എത്തുകയും വാളുകൊണ്ട് വെട്ടുകയും ചെയ്തത്. ദേഹം മുഴുവൻ വെട്ടേറ്റ നിലയിലായിരുന്നു റഹീം. ഉടൻ തന്നെ പ്രദേശത്തുണ്ടായിരുന്നവർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൂടെയുണ്ടായിരുന്ന കലന്തർ ഷാഫിക്കും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പിക്കപ്പ് വാനിൽ മണൽ ലോഡിങ്ങും അത് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചു നൽകുന്ന ജോലികളും ചെയ്തു വരുന്നയാളാണ് റഹീം. ആക്രമണത്തിന് പിന്നിലെ കാരണം ഇതുവരെ വ്യക്തമല്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനായി സംഭവസ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളുടെ സഹായത്തോടെ അക്രമികളെ തിരിച്ചറിയാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. പ്രദേശത്ത് കനത്ത കാവലും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ മംഗളൂരു നഗരത്തിലും ദക്ഷിണ കന്നഡ ജില്ലയിലും 3 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കൂട്ടം കൂടുന്നതിനും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും വിലക്കേർപ്പെടുത്തി. മംഗളൂരു നഗരത്തിലും കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. സംഘർഷ സാധ്യതാ മേഖലകളിലും കൂടുതൽ സേനയെ വിന്യസിച്ചതായി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അവകാശങ്ങൾക്ക് വേണ്ടി കാത്തുനിൽക്കാതെ സർക്കാരിൽ നിന്ന് അവ ചോദിച്ചു വാങ്ങുന്നവരായി പൊതുജനങ്ങൾ മാറണമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ വികസന മന്ത്രി OR കേളു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മേൽപ്പാര പട്ടികജാതി ഉന്നതിയിൽ സർക്കാരിന്റെ അംബേദ്കർ ഗ്രാമ വികസന പദ്ധതി പ്രകാരം ലഭിച്ച 1 കോടി രൂപയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അതിദരിദ്ര വിഭാഗത്തെ സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾക്ക് ഒപ്പം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ നടത്തിവരുന്നതെന്നും സ്കൂൾ, ആശുപത്രി, റോഡുകൾ തുടങ്ങി സർവോന്മുഖമായ വളർച്ചയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കേരള സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി OR കേളു പറഞ്ഞു. ഒരു ഉന്നതിക്ക് നമ്മൾ 1 കോടി രൂപ കൊടുക്കും. ആ 1 കോടി രൂപയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ നടത്തുകയാണ്. കുറച്ച് GST ഒക്കെ പോകും. 1 കോടി എന്ന് പറയുമ്പോൾ 1 കോടി പൂർണ്ണമായിട്ട് കിട്ടില്ല, നമുക്കറിയാമല്ലോ അല്ലേ. കുറച്ച് GST ഒക്കെ പോയിട്ട് അതിൻ്റെ ബാക്കി പൈസ ഉപയോഗിച്ച് നമ്മൾ ചെയ്യും. നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ വകുപ്പ് 1 വർഷം ഇത്തരത്തിലുള്ള 100 ഉന്നതിയാണ് 1 വർഷം എടുക്കുന്നത് കേരളത്തിൽ. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയും, 100 ഉന്നതിയാണ് 1 വർഷം നമ്മൾ കേരളത്തിൽ നടപ്പാക്കുന്നത്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലായി 100 എണ്ണം. CH കുഞ്ഞമ്പു MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ നിർമ്മിതി കേന്ദ്രം ജനറൽ മാനേജർ EP രാജ്മോഹൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ, ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ഉദുമ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ബാലകൃഷ്ണൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK വിജയൻ, ഉദുമ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സുനിൽകുമാർ മൂലയിൽ, N ചന്ദ്രൻ, പട്ടികജാതി ജില്ലാ ഉപദേശക സമിതി അംഗം ചന്ദ്രൻ കൊക്കാൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു.
ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ KV രവിരാജ് സ്വാഗതവും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ PB ബഷീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തിൽ വികസനത്തിന്റെ തേരോട്ടമാണ് കുറച്ച് വർഷങ്ങൾ കൊണ്ട് നടപ്പായിട്ടുള്ളതെന്ന് മന്ത്രി OR കേളു. സംസ്ഥാന ജില്ലാ തലങ്ങളിൽ വിവിധ അംഗീകാരങ്ങളുടെ നിറകയിലെത്തിയ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിനും കുടുംബശ്രീ CDSനും ചെറുവത്തൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. EMS ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. മികച്ച കുടുംബശ്രീ CDSനുള്ള സംസ്ഥാനതല അവാർഡ് നേടിയ ചെറുവത്തൂർ CDSനും സ്വരാജ് ട്രോഫി നേടിയ പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്ത് സമം അവാർഡ് നേടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള പുരസ്കാരം നേടിയ ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീളക്കും ജില്ലയിലെ മികച്ച ബഡ് സ്കൂളിനുള്ള അവാർഡ് നേടിയ ചെറുവത്തൂർ ബ്ലോസം ബഡ് സ്കൂളിനുമുള്ള അനുമോദനവും മികച്ച ജെൻഡർ റിസോഴ്സ് സെന്ററിനുള്ള ജില്ലാതല അവാർഡ് നേടിയ ചെറുവത്തൂർ GRC ജില്ലയിലെ മികച്ച ഓക്സിലറി ഗ്രൂപ്പിനുള്ള കുടുംബശ്രീ പുരസ്കാരം നേടിയ പൊന്മാലം ജീവിക ഓക്സിലറി ാണ് അനുമോദനം നൽകിയത്. പരിപാടി ഉദ്ഘാടനം ചെയ്ത മന്ത്രി OR കേളു വിവിധ തലങ്ങളിൽ നേട്ടം കൈവരിച്ചവർക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. കേരളത്തിൽ വികസനത്തിന്റെ തേരോട്ടമാണ് കുറച്ച് വർഷങ്ങൾ കൊണ്ട് നടപ്പിലായിട്ടുള്ളതെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, വൈസ് പ്രസിഡന്റ് PV രാഘവൻ, T നാരായണൻ, AV ദാമോദരൻ, K ബാലകൃഷ്ണൻ, TCA റഹ്മാൻ, K സുന്ദരൻ, N സുകുമാരൻ, C രഞ്ജിത്ത്, K സുജിത്ത്, T രാജൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ചടങ്ങിനെത്തിയവർക്ക് പായസ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. 4 പതിറ്റാണ്ടായി കലാ സാംസ്കാരിക രംഗത്ത് പിലിക്കോടിന്റെ തിലകക്കുറിയായി മാറിയ അനുപമ ഗ്രന്ഥാലയത്തിന് പുതുതായി നിർമ്മിച്ച 2 നില കെട്ടിടം നാടിന് സമർപ്പിച്ചു. പട്ടികജാതി പിന്നോക്ക ക്ഷേമ മന്ത്രി OR കേളു കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു. അനുപമ ഗ്രന്ഥാലയത്തിന് പുതുതായി നിർമ്മിച്ച 2 നില കെട്ടിടം പ്രൗഢമായ ചടങ്ങിൽ നാടിന് സമർപ്പിച്ചു. പട്ടികജാതി പിന്നോക്ക ക്ഷേമ മന്ത്രി OR കേളു കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു. പുതിയ കെട്ടിടത്തിലെ N ദണ്ഡപാണി പൊതുവാൾ സ്മാരക ഹാൾ M രാജഗോപാലൻ MLA തുറന്നു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരിയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TV ഗോവിന്ദനും P കുഞ്ഞിക്കണ്ണനും ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ C ഭരതൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ മുഖ്യാതിഥിയായിരുന്നു. ജനറൽ കൺവീനർ KP മനോജ്, വർക്കിംഗ് ചെയർമാൻ TV അജേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സിനി ട്രാക്ക് ഗാനാലാപന മത്സരവും അംഗൻവാടി കലോത്സവവും വനിതാവേദി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നാടക നൃത്തശില്പവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CETU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ RTO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഡ്രൈവിംഗ് സ്കൂളുകാരെ ഇല്ലായ്മ ചെയ്യുന്ന തൊഴിലാളി ദ്രോഹ നടപടി ഗതാഗത മന്ത്രി അവസാനിപ്പിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. CETU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവിംഗ് സ്കൂളുകാരെ ഇല്ലായ്മ ചെയ്യുന്ന തൊഴിലാളി ദ്രോഹ നടപടി ഗതാഗത മന്ത്രി അവസാനിപ്പിക്കുക, നിലവിലെ ഡ്രൈവിംഗ് സ്കൂളിനെ സർക്കാർ സംരക്ഷിക്കുക, KSRTC ഡ്രൈവിംഗ് സ്കൂളിലെ പഠിതാക്കളെ RTO നിശ്ചയിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ ടെസ്റ്റിന് ഹാജരാക്കുക, നിലവിലെ ഡ്രൈവിംഗ് സ്കൂളുകളെ അപകീർത്തിപ്പെടുത്തുന്ന മന്ത്രിയുടെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ RTO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. മാർച്ചിനു ശേഷം RTO ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CITU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയ മോട്ടോർ വാഹന നിയമത്തിൻ്റെ ഭാഗമായിട്ട് ഡ്രൈവിംഗ് സ്കൂൾ എങ്ങനെ നടത്തണം, ഓരോ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നതിന് എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ പരിഷ്കരിച്ച അല്ലെങ്കിൽ പുതുതായി കൊണ്ടുവന്ന നിയമത്തിൽ പറയുന്നത് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂളും ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി കഴിയില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ പോയാൽ നടപ്പാക്കാൻ വേണ്ടി കഴിയില്ല. അതിനുവേണ്ട ചില ഭേദഗതികൾ വരുത്തിക്കൊണ്ടാണ് കോർപ്പറേറ്റ് മുതലാളിമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വൻകിട കുത്തകകൾക്ക് ഈ രംഗത്തെ അവരെ കയ്യിൽ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളും നയങ്ങളുമാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീജിത്ത് PV അധ്യക്ഷത വഹിച്ചു. ദാസൻ K, സുരേഷ് B, സ്മിത VK, വിനോദ് TK എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഗുരുപ്രസാദ് HG സ്വാഗതവും ട്രഷറർ മനോഹർ RR നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ ഗർത്തം രൂപപ്പെട്ടതിൽ ആശങ്ക. ചട്ടഞ്ചാലിലെ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷന് സമീപം കാനത്തുംകുണ്ട് വളവിലാണ് വലിയ ഗർത്തം രൂപപ്പെട്ടത്.
കാസർഗോഡ് ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ ടാറിംഗ് പൂർത്തിയാക്കിയ ഭാഗത്ത് വൻ ഗർത്തം രൂപപ്പെട്ടത് പ്രദേശവാസികളിലും യാത്രക്കാരിലും ആശങ്ക സൃഷ്ടിച്ചു. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷന് സമീപം കാനത്തുംകുണ്ട് വളവിലാണ് വലിയ ഗർത്തം രൂപപ്പെട്ടത്. നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പാലത്തിൻ്റെ അപ്രോച്ച് റോഡിലാണ് ഈ സംഭവം. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചട്ടഞ്ചാൽ ടൗണിൻ്റെ കിഴക്ക് ഭാഗത്തു നിന്നും കുത്തിയൊഴുകിയെത്തിയ മഴവെള്ളമാണ് ഗർത്തം രൂപപ്പെടുവാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഈ ഭാഗത്ത് രണ്ടാമത്തെ പാലത്തിനായുള്ള കുഴിയും സമീപത്തുണ്ട്. സംഭവത്തെക്കുറിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിക്കുകയും അപകടാവസ്ഥ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് തനിമ കലാസാഹിത്യവേദി കാസർഗോഡ് ഡയലോഗ് സെന്റർ ഹാളിൽ സംഘടിപ്പിച്ച സംവാദം ശ്രദ്ധേയമായി. ഭാഷ, സംസ്കാരം, പ്രതിരോധം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച സംവാദത്തിൽ പ്രമുഖർ പങ്കെടുത്തു. എഴുത്തുകാരനും പ്രമുഖ പ്രഭാഷകനുമായ പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡിൻ്റെ സാഹിത്യരംഗത്ത് വിവിധ പരിപാടികളുമായി സജീവ സാന്നിധ്യമായ കാസർഗോഡ് തനിമ കലാസാഹിത്യവേദി ഭാഷ, സംസ്കാരം, പ്രതിരോധം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംവാദം സംഘടിപ്പിച്ചു. കാസർഗോഡ് ഡയലോഗ് സെന്റർ ഹാളിൽ സംഘടിപ്പിച്ച സംവാദത്തിൽ പ്രമുഖർ പങ്കെടുത്തു. എഴുത്തുകാരനും പ്രമുഖ പ്രഭാഷകനുമായ പി സുരേന്ദ്രൻ സംവാദം ഉദ്ഘാടനം ചെയ്തു. മാനുഷിക സാഹോദര്യ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്തവരാണ് ആഗോള വിഘടനവാദികളെന്ന് പി സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. പൗരനുണ്ടായതിനു ശേഷം പൗരൻ അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമായി പൗരന്മാർ ഉണ്ടാക്കിയെടുത്ത വ്യവസ്ഥയിൽ നിങ്ങൾക്ക് പ്രധാനമന്ത്രി, പ്രസിഡന്റ്, കോടതി എന്നൊക്കെ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു പൗരബോധം ഉണ്ടാകണം. നമ്മുടെ പ്രജയല്ല പൗരനാണ്. ജനാധിപത്യത്തിൽ എല്ലാ രാത്രിയും പ്രാർത്ഥനാപൂർവം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ബോധം ഉണ്ടാവണം. ഞങ്ങൾ പ്രജകളല്ല, ഞങ്ങൾ പൗരന്മാരാണ്. ഈ രാജ്യം ഉണ്ടാക്കിയത് ഞങ്ങളാണ്. അത് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഉള്ള എല്ലാ രാജ്യങ്ങളിലും, നമ്മുടെ നാടുകളിൽ എല്ലാ രാജ്യങ്ങളിലും അതീവ വൈവിധ്യമാർന്ന സാംസ്കാരിക സവിശേഷതകൾ കാണാനായിട്ട് പറ്റും. തുടർന്ന് പ്രമുഖ പത്രപ്രവർത്തകൻ രവീന്ദ്രൻ രാവണേശ്വരം സംസാരിച്ചു. തനിമ പ്രസിഡന്റ് അബൂത്വായി അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് സാഹിത്യവേദി പ്രസിഡന്റ് AS മുഹമ്മദ് കുഞ്ഞി, അഷ്റഫ് അലി ചേരങ്കൈ തുടങ്ങിയവർ സംസാരിച്ചു. തനിമ സെക്രട്ടറി റഹ്മാൻ മുട്ടത്തോടി സ്വാഗതവും KPS വിദ്യാനഗർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് PCS സെക്രട്ടറീസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ വിവരസാങ്കേതിക വിദ്യാനയം ജില്ലാതല ശില്പശാല നടന്നു. കാസർഗോഡ് കേരള ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല ഓഡിറ്റ് ഡയറക്ടർ MS ഷെറിൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ സംഘം കമ്പ്യൂട്ടർ വൽക്കരണവുമായി ബന്ധപ്പെട്ട PACS സെക്രട്ടറീസ് ഫോറം തയ്യാറാക്കിയ രൂപരേഖയുടെ പഠനത്തിന് ജില്ലാതല ശില്പശാല നടത്തി. വിദഗ്ധരുടെയും സഹകരണ വകുപ്പ് ജീവനക്കാരുടെയും സഹായത്തോടെയാണ് രൂപരേഖ തയ്യാറാക്കിയത്. ശില്പശാല സഹകരണ സംഘം ഓഡിറ്റ് ഡയറക്ടർ MS ഷെറിൻ ഉദ്ഘാടനം ചെയ്തു. പല ജില്ലകളിലും കാണുന്നതുപോലെ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു അവസരമോ അല്ലെങ്കിൽ അത്രയും കഷ്ടത്തിലോട്ട് നമ്മുടെ സംഘങ്ങളൊന്നും കാസർഗോഡ് ജില്ലയിലെ സംഘങ്ങളൊന്നും പോയിട്ടില്ല എന്നുള്ളത് അതിൻ്റെ കൂടെ ഒരു ഗുണമാണ്. ആ ഒരു വകുപ്പുമായിട്ട് ചേർന്ന് ആ ഒരു സമരസത്തോടെ പ്രവർത്തിക്കാനും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യാനും ഉള്ള ഒരു മനസ്ഥിതിയിലൂടെ പോകുന്നു. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ K ലസിത അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ T മുഹമ്മദ് ഷഹീർ ക്ലാസ് എടുത്തു. കേരള ബാങ്ക് ഡയറക്ടർ സാബു എബ്രഹാം, ജോയിന്റ് ഡയറക്ടർ TM മാത്യു, V ചന്ദ്രൻ, K രാജഗോപാലൻ, KV മനോജ് കുമാർ, K മുഹമ്മദ് സാലിഹ്, J അശോക് ഷേണായി, K കുഞ്ഞികൃഷ്ണൻ നായർ, ജിനീഷ്, K ഗംഗാധരൻ, രാജൻ കുണിയേരി, സുരേഷ് പായം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തുടക്കം കുറിച്ച് മുസ്ലിം ലീഗ് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി. പ്ലാൻ 25 അറ്റ് ഒരുക്കം നവംബർ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്. മൊഗ്രാൽ പുത്തൂർ പടിഞ്ഞാർ റിസോർട്ട് സഹദിയിൽ ചേർന്ന മുസ്ലിം ലീഗ് പഞ്ചായത്ത് കൗൺസിലിൽ വാർഡ് ഭാരവാഹികൾ, പോഷക സംഘടനാ നേതാക്കൾ എന്നിവരുടെ യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് SP സലാഹുദ്ദീൻ പതാക ഉയർത്തിയതോടെയാണ് യോഗം തുടങ്ങിയത്. പരിപാടി ജില്ലാ ജനറൽ സെക്രട്ടറി A അബ്ദുൽ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. അൻവർ ചേരങ്കൈ അധ്യക്ഷത വഹിച്ചു. സിദ്ദിഖ് ബേക്കൽ സ്വാഗതവും PM കബീർ നന്ദിയും പറഞ്ഞു.
PM മുനീർ ഹാജി, AGC ബഷീർ, മാഹിൻ കേളോട്ട്, TM ഇക്ബാൽ, നാസർ ചായിൻഡടി, KB കുഞ്ഞാമു ഹാജി, KA അബ്ദുല്ല കുഞ്ഞി, AA ജലീൽ, അഡ്വക്കേറ്റ് ഫൈസൽ, SP സലാഹുദ്ദീൻ, AK ഷാഫി, മുഹമ്മദ് കുന്നിൽ, SM നൂറുദ്ദീൻ, KB അഷ്റഫ്, കരീം ചൗക്കി, MM അസീസ്, അഡ്വക്കേറ്റ് സെമീറ ഫൈസൽ തുടങ്ങി നിരവധി നേതാക്കൾ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുരുന്നുകളുടെ പഠനത്തിന് കൈത്താങ്ങുമായി കാസർഗോഡ് ഭീമ ജ്വല്ലറിയുടെ വിദ്യാസ്പർശം 2025 ഭാഗമായുള്ള ഉദ്ഘാടന പരിപാടി കാസർഗോഡ് ഭീമ ജ്വല്ലറിയിൽ നടന്നു. പരിപാടിയിൽ കുട്ടികൾക്കുള്ള പഠന കിറ്റുകളുടെ വിതരണവും നടന്നു. സ്കൂളുകൾ തുറക്കുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കുരുന്നുകളുടെ പഠനത്തിന് ഭീമ ജ്വല്ലറിയുടെ ഒരു കൈത്താങ്ങ്. വിദ്യാസ്പർശം 2025 പദ്ധതിയുടെ ഭാഗമായാണ് കുരുന്നുകൾക്ക് ഭീമ ജ്വല്ലറിയുടെ സ്നേഹസഹായം. പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടി കാസർഗോഡ് ഭീമ ജ്വല്ലറിയിൽ പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു. പരിപാടിയിൽ കുട്ടികൾക്കുള്ള പഠന കിറ്റുകൾ വിതരണം ചെയ്തു. ഷോറൂം മാനേജർ അമർനാഥ് കുട്ടികൾക്കായുള്ള കിറ്റ് വിതരണം ചെയ്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫ്ലോർ മാനേജർ സുധീഷ് സ്വാഗതം പറഞ്ഞു. മാർക്കറ്റിംഗ് ഇൻചാർജ് ശ്രീജിത്ത്, സൂപ്പർവൈസർമാരായ ഗണേഷ്, അഷ്റഫ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാസ്പർശം 2025 പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ പ്രവേശനോത്സവ ദിനമായ ജൂൺ 2 ജില്ലയിലെ 4ഓളം വരുന്ന സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് കാസർഗോഡ് ഭീമ ജ്വല്ലറി പഠനോപകരണ കിറ്റുകൾ നൽകും. ഭീമ ജ്വല്ലറി നടത്തുന്ന സേവന പ്രവർത്തനങ്ങളിലെ ഏറ്റവും മികച്ച പദ്ധതികളിലൊന്നാണ് വിദ്യാസ്പർശം പദ്ധതി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സേവാഭാരതി നേതൃത്വത്തിൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ തൃക്കരിപ്പൂർ തെക്കുംപാട്ടെ TV ഭാസ്കരന്റെ കുടുംബത്തിനായി നിർമ്മിച്ച വീടിന്റെ പാലുകാച്ചൽ നടത്തി. വീട്ടുമുറ്റത്ത് നടന്ന ചടങ്ങിൽ സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി K സുരേഷ് കുമാർ താക്കോൽദാനം നിർവഹിച്ചു. തലചായ്ക്കാൻ ഒരിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ദേശീയ സേവാഭാരതിയും ചേർന്നാണ് തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഇളമ്പച്ചി തെക്കുംപാട്ട് വീട് നിർമ്മിച്ചത്. 2 കിടപ്പുമുറികളും ഹാളും അടുക്കളയും വരാന്തയും ഉൾക്കൊള്ളുന്ന വീടിൻ്റെ നിർമ്മാണത്തിൽ വിവിധ തൊഴിൽ മേഖലയിലുള്ളവരുടെ സഹായവും സേവാഭാരതിക്ക് ലഭിച്ചിരുന്നു. ബുധനാഴ്ച രാവിലെ പാൽക്കാച്ചലിന് ശേഷം നടന്ന ചടങ്ങിൽ സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി K സുരേഷ് കുമാർ താക്കോൽദാനം നിർവഹിച്ചു. സമാജത്തിൽ വീടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു ദുഃഖദുരിതവും ഏതൊരു വ്യക്തിക്കാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന് ഒരു സമാജമെന്ന നിലയിൽ ഒരുമിച്ച് അത് പരിഹരിക്കാൻ വേണ്ടതായ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. സേവാഭാരതി തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K സതീശൻ അധ്യക്ഷത വഹിച്ചു. RSS കണ്ണൂർ വിഭാഗ് വ്യവസ്ഥാ പ്രമുഖ P സജീവൻ മാസ്റ്റർ മംഗളപത്ര സമർപ്പണവും സേവാ സന്ദേശവും നടത്തി. സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി സംഗീത വിജയൻ, പഞ്ചായത്ത് സെക്രട്ടറി PV രാജൻ, തൃക്കരിപ്പൂർ രാമവില്യം കഴകം പ്രസിഡന്റ് VV രാഘവൻ മാസ്റ്റർ, ഇളമ്പച്ചി തിരുവമ്പാടി ക്ഷേത്രം പ്രസിഡന്റ് PC രാധാകൃഷ്ണൻ, V ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സേവാഭാരതിയുടെയും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ളവരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. 6 മാസം കൊണ്ടാണ് വീട് നിർമ്മാണം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. MSF തൃക്കരിപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. തൃക്കരിപ്പൂർ വടക്കേ കൊവ്വൽ MTP ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ജയന്തി രാജൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ നന്മയിലേക്ക് നയിക്കേണ്ട ഇടത് സംഘടനയിലുള്ളവർ പോലും ലഹരിക്കടിമപ്പെടുന്നുവെന്നത് ലജ്ജാകരമാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ജയന്തി രാജൻ അഭിപ്രായപ്പെട്ടു. ഇന്ന് വിദ്യാർത്ഥികളൊക്കെ വളരെ തിരക്ക് പിടിച്ച യാത്രയിലാണ്. എങ്ങോട്ടാ യാത്രയെന്ന് ആർക്കും അറിയില്ല. SFI പോലെയുള്ള സംസ്ഥാന സർക്കാർ ഭരണം നയിക്കുന്ന സർക്കാരിന്റെ പോഷക സംഘടനകൾ ഇന്ന് ലഹരി മാഫിയകളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പ്രചോദിപ്പിക്കപ്പെടുന്ന സംഘടനകളായി മാറ്റപ്പെടുന്നത് നമ്മൾ കോട്ടയം നഴ്സിംഗ് കോളേജിൽ കണ്ടു. അവിടെ ലഹരി വാങ്ങാൻ SFIയുടെ നേതാക്കന്മാർക്ക് പൈസ കൊടുക്കാത്തത് കൊണ്ട് വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. അവിടെ എനിക്ക് നിങ്ങളോട് പറഞ്ഞു വെക്കാനുള്ളത് ഒന്ന് മാത്രമാണ്. നമ്മൾ MSFകാരെന്ന് പറയുമ്പോൾ വളരെ നന്ദിയുള്ളവർ എന്നുകൂടി നമുക്ക് MSFനെ നോക്കി കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ CHന്റെ മക്കളാണ്. നമ്മൾ ബാഫുക്കി തങ്ങളുടെയും CP സാഹിബിന്റെയും ഉപ്പി സാഹിബിന്റെയും ഒക്കെ മക്കളാണ്. അവർ കാണിച്ചു തന്ന വഴികളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്.
ഐക്യം, അതിജീവനം, അഭിമാനം എന്ന പ്രമേയത്തിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന MSF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സമ്മേളനത്തിൽ 8 പഞ്ചായത്തുകളിലെയും നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലെയും പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. മണ്ഡലം പ്രസിഡന്റ് പി. മുഹമ്മദ് റാഹിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ AGC ബഷീർ, TCA റഹ്മാൻ, മണ്ഡലം സെക്രട്ടറി സത്താർ വടക്കുംപാട്, ഉസ്മാൻ പോത്താങ്കണ്ടം, ഷാനിദ് പടന്ന, സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ, P. റൈഹാനത്ത്, ജാബിർ തങ്കയം, ഷുക്കൂർ ഒളവറ, MAC കുഞ്ഞബ്ദുള്ള ഹാജി, A. അബ്ദുൽ കരീം, P. അബ്ദുൽ നാസർ, ഹനീഫ ഇളമ്പച്ചി, M. ഹുസൈൻ ഹാജി, VPP ഷുഹൈബ്, സമീറ മുഹമ്മദ്, തൽഹത്ത് പെരുമ്പട്ട, സമീർ മടക്കര, മുസബിർ അഞ്ചില്ലത്ത്, HM കുഞ്ഞബ്ദുള്ള എന്നിവർ സംസാരിച്ചു. സമ്മേളന ഭാഗമായി വിവിധ സെഷനുകളിൽ ജംഷീർ ആലക്കാട്, ഷജീർ ഇക്ബാൽ, ഷഹാന ഷർത്ത തുടങ്ങിയവർ ക്ലാസുകളെടുത്തു. തുടർന്ന് ഹിഷാം അങ്ങാടിപ്പുറം നയിച്ച സംഗീത പരിപാടി അരങ്ങേറി. മെയ് 28-ന് ഉച്ചകഴിഞ്ഞ് പടന്ന മുസ്ലിം ലീഗ് ഓഫീസിൽ നിയോജക മണ്ഡലം കൗൺസിൽ മീറ്റ് നടക്കും. 2025-27 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂർ പൂക്കോയ തങ്ങൾ ഹോസ്പീസിന്റെ പാലിയേറ്റീവ് ഹോം കെയർ നൽകുന്ന 2ാമത് യൂണിറ്റിനായി അബുദാബി തൃക്കരിപ്പൂർ പഞ്ചായത്ത് KMCC നൽകിയ വാഹനത്തിന്റെ സമർപ്പണവും കാരുണ്യ സംഗമവും മെയ് 29-ന് രാവിലെ 10:30-ന് തൃക്കരിപ്പൂരിൽ നടക്കും. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ജീവകാരുണ്യ സാന്ത്വന പ്രവർത്തനങ്ങളിൽ സജീവമായ തൃക്കരിപ്പൂർ CH സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൂക്കോയ തങ്ങൾ ഹോസ്പീസിന്റെ പാലിയേറ്റീവ് ഹോം കെയർ സേവനം കൂടുതൽ വേഗത്തിൽ വീടുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനത്തിന്റെ ഭാഗമായാണ് 2ാമത് വാഹനം നാടിനായി സമർപ്പിക്കുന്നത്. എമർജൻസി ഹോം കെയർ യൂണിറ്റിനായി തുടങ്ങുകയും ജനങ്ങളുടെയും മറ്റ് പാലിയേറ്റീവ് പ്രവർത്തകരുടെയും ആവശ്യം മാനിച്ച് അതിവേഗം ഫുൾ ടൈം പാലിയേറ്റീവ് ഹോം കെയറായി രൂപാന്തരപ്പെട്ട് തൃക്കരിപ്പൂർ PTH 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ജനസേവനത്തിനായി 2ാമത്തെ പാലിയേറ്റീവ് ഹോം കെയർ ടീം കൂടി ഇറങ്ങുകയാണ്. നഴ്സും വോളണ്ടിയർമാരും ഉൾക്കൊള്ളുന്ന പാലിയേറ്റീവ് സംഘം ഇപ്പോൾ 560-ൽ പരം രോഗികളെ പരിചരിക്കുന്നുണ്ട്. വിവിധ വാർഡുകളിലേക്ക് ഹോം കെയർ നടത്തുന്നതിന് പരിശീലനം നേടിയ 110 വളണ്ടിയർമാരും സൗജന്യ സേവനത്തിന്റെ പാതയിൽ സജീവമാണ്. നഴ്സസ് പരിചരണത്തിന് പുറമെ അത്യാവശ്യമായ മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും സൗജന്യമായി നൽകി വരുന്നുമുണ്ട്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ നൽകി വന്ന ഹോസ്പീസിന്റെ സേവനം ഇപ്പോൾ വലിയപറമ്പ് പഞ്ചായത്തിൽ കൂടി ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ പിലിക്കോട് പഞ്ചായത്ത് പരിധിയിൽ കൂടി സേവനം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളതായി ഭാരവാഹികൾ അറിയിച്ചു. നഴ്സിന്റെ നേതൃത്വത്തിലുള്ള ഒരു വാഹന സംഘത്തിന്റെ സേവനം യഥാസമയം എത്താത്തത് മൂലമാണ് 2ാമത്തെ സംഘത്തെ കൂടി തയ്യാറാക്കിയത്. 24 മണിക്കൂറും സേവനം ചെയ്യുന്ന ഹോം കെയർ അത്യാവശ്യ ഘട്ടങ്ങളിൽ എപ്പോൾ വിളിച്ചാലും വീടുകളിൽ എത്തുമെന്നത് രോഗികൾക്കും കുടുംബങ്ങൾക്കും ഏറെ ആശ്വാസകരമാണ്. മെയ് 29-ന് രാവിലെ 10:30-ന് CH മുഹമ്മദ് കോയ സ്മാരക ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ജയന്തി രാജൻ മുഖ്യാതിഥിയായിരിക്കും. പൂക്കോയ തങ്ങൾ ഹോസ്പീസ് സംഘാടക കോർഡിനേറ്റർ ഡോക്ടർ MA അമീർ അലി, മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ PM മുനീർ ഹാജി, PTH ജില്ലാ കോർഡിനേറ്റർ ജലീൽ കോയ, KMCCയുടെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും. തൃക്കരിപ്പൂർ പൂക്കോയ തങ്ങൾ ഹോസ്പീസിന് കീഴിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്ന മിനിയോൺസ് എന്ന സ്ഥാപനവും നടത്തിവരുന്നുണ്ട്. CH സെന്റർ ചെയർമാൻ MAC അബ്ദുള്ള ഹാജി, കൺവീനർ NKP മുഹമ്മദ് കുഞ്ഞി, ഹോസ്പീസ് ചെയർമാൻ സത്താർ വടക്കുംപാട്, കൺവീനർ OT അഹമ്മദ് ഹാജി, അബുദാബി KMCC തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KP സഖത്തുള്ള, മണ്ഡലം സെക്രട്ടറി ഷുക്കൂർ ഒളവറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ശിവഗിരിയിൽ സമാഗമിച്ചതിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിയും ഗുരുവും ഭാരതീയം ലഹരി വിപത്തിനെതിരെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഉദുമയിൽ സംഘടിപ്പിച്ച പരിപാടി DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ശിവഗിരിയിൽ സമാഗമിച്ചതിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിയും ഗുരുവും ഭാരതീയം ലഹരി വിപത്തിനെതിരെ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഉദുമയിൽ സംഘടിപ്പിച്ച പരിപാടി DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV ഭക്തവത്സലൻ അധ്യക്ഷനായി. മാധ്യമപ്രവർത്തകൻ രവീന്ദ്രൻ രാവണീശ്വരം സംസാരിച്ചു. KPCC മെമ്പർ ഹക്കീം കുന്നിൽ, UDF ജില്ലാ കൺവീനർ A ഗോവിന്ദൻ നായർ, DCC വൈസ് പ്രസിഡന്റ് സാജിദ് മൗവൽ, DCC ജനറൽ സെക്രട്ടറിമാരായ VR വിദ്യാസാഗർ, ഗീതാകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ പെരിയ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ സുകുമാരൻ പൂച്ചക്കാട് സ്വാഗതം പറഞ്ഞു. ഉദുമ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV ശ്രീധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.
കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ CDS 28-ാം വാർഡ് തീർത്ഥങ്കര ADS വാർഷികാഘോഷം എന്നിടം ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ അംഗങ്ങൾ, ബാലസഭാംഗങ്ങൾ, ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരുടെ പങ്കാളിത്തത്തിൽ നടന്ന വാർഷികാഘോഷം നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ VV ശോഭ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ ബിൽജക് അബ്ദുള്ള, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ KV സരസ്വതി, കൌൺസിലർമാരായ KV സുശീല, M ലക്ഷ്മി, CDS സെക്കൻഡ് ചെയർപേഴ്സൺ K സുജിനി, വൈസ് ചെയർപേഴ്സൺ M ശശികല, CEO ET ശ്രീവിദ്യ, ADS വൈസ് ചെയർപേഴ്സൺ K നസീമ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ഏറ്റവും നല്ല കുടുംബശ്രീ പ്രവർത്തനങ്ങൾ നടത്തുന്ന സഹായി ഒരുമ അയൽക്കൂട്ടങ്ങളെയും ഓക്സിലറി ഗ്രൂപ്പ് അംഗമായ MBBS ഫസ്റ്റ് റാങ്ക് പാസ്സായ നജീല ഷെരീനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ADS ചെയർപേഴ്സൺ PK സാജിദ സ്വാഗതവും രജനി വിജയൻ നന്ദിയും പറഞ്ഞു. തേങ്ങ പൊതിക്കൽ, കസേരക്കളി, സ്പൂൺ റൈസ്, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, പാസിംഗ് ദ ബോൾ തുടങ്ങി വിവിധ കായിക മത്സരങ്ങളും ഒപ്പന, ഫ്യൂഷൻ ഡാൻസ്, നാടോടി നൃത്തം, ഗാനാലാപനം തുടങ്ങി കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KSBAയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണാ സമരം KSBA മുൻ ജില്ലാ പ്രസിഡന്റ് N സേതു ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSBA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം താലൂക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭയിലേക്ക് കാഞ്ഞങ്ങാട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. N ശശി അധ്യക്ഷത വഹിച്ചു. ധർണ സമരം KSBA മുൻ ജില്ലാ പ്രസിഡന്റ് N സേതു ഉദ്ഘാടനം ചെയ്തു. A വിനോദ് കുമാർ, N വീര, R രാജൻ, രവിചന്ദ്രൻ ബളാന്തോട, പാർത്ഥിപൻ എന്നിവർ സംസാരിച്ചു. N വീര സ്വാഗതം പറഞ്ഞു. മാർച്ചിൽ 100 കണക്കിൽ തൊഴിലാളികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മംഗളൂരുവിനെ നടുക്കി വീണ്ടും കൊലപാതകം. കൊൽത്തമ ജില്ലയിലെ റഹീമാണ് വെട്ടേറ്റ് മരിച്ചത്. മംഗളൂരുവും പരിസര പ്രദേശങ്ങളും വീണ്ടും അശാന്തിയിലേക്ക്. മേൽപ്പാര പട്ടികജാതി ഉന്നതിയിൽ 1 കോടി രൂപയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിച്ചു. അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നവരായി പൊതുജനങ്ങൾ മാറണമെന്ന് മന്ത്രി OR കേളു. ഡ്രൈവിംഗ് സ്കൂളുകാരെ ഇല്ലായ്മ ചെയ്യുന്ന തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യം. ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ മാർച്ചും ധർണയും നടത്തി. ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ ഗർത്തം രൂപപ്പെട്ടതിൽ ആശങ്ക. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷന് സമീപം കാനത്തുംകുണ്ട് വളവിലാണ് വൻ ഗർത്തം രൂപപ്പെട്ടത്. കാസർഗോഡ് തനിമ കലാസാഹിത്യവേദി സംഘടിപ്പിച്ച സംവാദം ശ്രദ്ധേയമായി. എഴുത്തുകാരനും പ്രഭാഷകനുമായ P സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. MSF തൃക്കരിപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. ജയന്തി രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.